പാലക്കാട് നഗരത്തിൽ ഒരു തവണയെങ്കിലും പോയിട്ടുള്ളവർക്കറിയാം അവിടെ കോട്ടമൈതാനത്തെ തണൽ മരങ്ങളുടെ പ്രാധാന്യം എന്താണ് എന്നുള്ള കാര്യം. എന്നാൽ ഇപ്പോൾ നഗരസഭ നൽകിയ നിർദ്ദേശം മറികടന്ന് മൈതാനത്തെ പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റിയിരിക്കുകയാണ് കരാർ സ്ഥാപനം. വനവകുപ്പിന്റെയോ നഗരസഭ ട്രീ കമ്മിറ്റിയുടെയോ അനുമതി ഇല്ലാതെയാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയിരിക്കുന്നത്. അതേസമയം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്ന് നഗരസഭാ അധ്യക്ഷ പറയുന്നു. കളക്ടറുടെ ഉത്തരവ് പ്രകാരം നഗരസഭ കരാർ സ്ഥാപനത്തോട് ആവശ്യപ്പെട്ടത് അപകടം വരുത്തിവെക്കാൻ സാധ്യതയുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാൻ മാത്രം. പിന്നെ ഈ മരങ്ങൾ പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ ആരാണ് അനുമതി നൽകിയത്? പാലക്കാട് കോട്ടമൈതാനത്തിന്റെ അലങ്കാരമാണ് തല ഉയർത്തി നിൽക്കുന്ന തണൽ മരങ്ങൾ. നഗരത്തിലെത്തുന്ന തൊഴിലാളികൾക്കും മറ്റും തണലേകിയിരുന്ന മരങ്ങളാണ് അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. ശിഖരങ്ങൾ മുറിച്ചു മാറ്റാനാണ് നഗരസഭ അനുമതി നൽകിയത്. എന്നാൽ കരാറുകാർ പല മരങ്ങളും പൂർണ്ണമായി മുറിച്ചു മാറ്റി. മരമുറി തുടരുന്നതിനിടയിലാണ് പരാതി ഉയർന്നത്. അതുകൊണ്ട് മാത്രം മുറിക്കൽ അവിടെ നിർത്തിവെച്ചു. മണിക്കൂറുകൾ കൊണ്ടാണ് ഈ മരം ഇത്രയും സ്പീഡായിട്ട് ഇവർ മുറിച്ചത്. അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ പരാതിയുമായി മുന്നോട്ട് പോയി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്തത്. അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് ഈ മരം കംപ്ലീറ്റും നഷ്ടപ്പെട്ടു. കോട്ടമൈതാനത്ത് സ്ഥിരമായി നടക്കാനെത്തുന്ന ആളുകളുടെ അടക്കം ശ്രദ്ധയിൽ മരമുറി പെട്ടതോടെ ഇവർ പരാതി നൽകുകയായിരുന്നു. അപ്പോഴാണ് അനുമതിയില്ലെന്ന കാര്യവും മനസ്സിലായത്. മരം മുഴുവനായിട്ട് വെട്ടിമുറിക്കണേ. അപ്പം തന്നെ സ്പോട്ടിൽ ഞാൻ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിച്ച് അന്വേഷിച്ച സമയത്ത് അവർ ഇതിനൊരു അനുമതിയും കൊടുത്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ അവർ അനുമതി കൊടുക്കാണ്ട് നിങ്ങളുടെ അറിവോടോടാണോ ഈ മരങ്ങൾ മുറിക്കണമെന്ന് വെച്ചപ്പോൾ അവർ ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞു. അവരപ്പം തന്നെ വന്ന് ഈ മരം മുറി നിർത്തി. അനുമതിയില്ലാതെ തണൽ മരങ്ങൾ മുറിച്ചു മാറ്റിയവർക്കെതിരെ നടപടി വേണമെന്നാണ് പരിസ്ഥിതി സ്നേഹികളുടെ അടക്കം ആവശ്യം. നഗരസഭാ അധ്യക്ഷ പോലും അറിയാതെയാണ് ഈ മരംമുറി നടന്നത്. മുറിച്ച മരങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുമില്ല. പിന്നെ എന്തിനായിരുന്നു ഈ കടും വെട്ടെന്ന ചോദ്യമാണ് ഉയരുന്നത്. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. കൊടും വെയിലത്ത് പൊരിവെയിലത്ത് ആശ്വാസമായിരുന്ന ആ തണൽ മരങ്ങൾ മുറിച്ചതിനെ പറ്റി പൊതുജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അവിടെയുള്ള ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? അത് പ്രധാനമാണ്, അത് കേൾക്കാം. ഈ മരം പറയുന്നത് ജനങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരു തണലാണ്. ഒരുപാട് ആൾക്കാർ ഒരു 10 മനുഷ്യരുടെ കളിയൊക്കെ കണ്ടിട്ട് ഇരിക്കുന്ന ഒരു ഭാഗമാണ്. ഈ മരം മുറിച്ചതുകൊണ്ട് ഈ ഭാഗത്ത് വെയിലാണ്. തെറ്റാണത്. അതാര് ചെയ്താലും നിയമത്തിൻ്റെ മുമ്പിൽ അത് തെറ്റാണ്. ഇപ്പോൾ കുഴപ്പമില്ല ഈ വൈകുന്നേരം, പക്ഷേ ഉച്ചയാകുമ്പോൾ നല്ല വെയിലും ഇരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറെ പിന്നെ പുരോഗതിയാണെന്ന് അറിയില്ല, നമുക്കിപ്പോൾ കണ്ടറിയാം, അത്ര തന്നെ. എന്തുകൊണ്ട് മുറിച്ചൊന്നും അറിയില്ല. ഇതിപ്പോൾ ഈ ഗ്രൗണ്ട് വികസനത്തിന് വേണ്ടി ഇങ്ങനെ മുറിച്ചാൽ എന്താ സംഭവം അറിയില്ല. കൃത്യമായിട്ടൊന്നും പറയാണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുക. ആൾക്കാർക്ക് ഇതിനും വേറെ ആൾക്കാർ ഇവിടെ ഇരിക്കണതാണ്. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ. നമ്മളിപ്പോൾ കോട്ടമൈതാനത്തിൽ ഇത്തിരി മരം ഉള്ളതുകൊണ്ട് ഇത്തിരി നേരം വന്ന് ഇരിക്കും. കാണില്ല, തണൽ പോയിരിക്കുന്നു ഇവിടെ നിന്ന്.